മറ്റുള്ള പട്ടികളെ പോലെയല്ല. നമുക്കറിയാം ആർട്ടിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ് സ്വന്തമായി സംസാരിക്കുന്നത്. നമ്മള് കുറച്ച് സംസാരിച്ചാൽ മതി, മാക്സിമം പ്രൊഡക്റ്റ് സംസാരിച്ചോളൂ. ബട്ട് എങ്കിലും ഈ പെയിന്റിന്റെ കാര്യം പറഞ്ഞാൽ ഒരല്പം പ്രൊസീജിയേഴ്സ് അതിനുണ്ട്. നിങ്ങൾ നേരിട്ട് പോയിട്ട് 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് ഒന്നിച്ച് വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കില്ല. നിങ്ങൾ സാമ്പിൾ എടുത്തുകൊണ്ട് 20,000 രൂപയുടെ അദ്ദേഹം ചെയ്ത പോലെ 20,000 സാമ്പിൾ വാങ്ങിച്ചുകൊണ്ടേ പെയിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ അപ്രൂവലിലേക്ക് അദ്ദേഹം വരുന്നുള്ളൂ. ബട്ട് അതിനൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പെയിന്റ് വാങ്ങിച്ചപ്പോൾ തുളസി പെയിന്റ് മാത്രമല്ല അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, വേറെയും 2-3 പെയിന്റ് കമ്പനികളുടെ പെയിന്റ് വാങ്ങിച്ച് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് അദ്ദേഹം അറിയിച്ചെന്താ, തുളസി പെയിന്റ് പോരാ, ഇത് ഫെയിലായി, ഇത് നമ്മൾ വിചാരിച്ച പോലെ കവറേജ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യം കമ്പനിക്ക് വിളിച്ച് അറിയിച്ച സമയത്ത് ഇവർക്ക് അതിശയമായി. കാരണം നമ്മുടെ എല്ലായിടത്തും എവിടെയൊക്കെ തുളസി പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടോ ആദ്യമാണെന്ന് പറയുന്ന കാര്യത്താണ് കവറേജ് കൂടുതലാണ്, അതാണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത്. ബട്ട് ഇവിടെ എന്താ പറയുന്നത്, കവറേജ് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ കംപ്ലൈന്റ്. ഭയങ്കര അതിശയമായിപ്പോയി. ശർമ്മജിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരുടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ബാക്കിയുള്ള എല്ലാ പെയിന്റിനേക്കാളും നമ്മുടെ കവറേജ് കൂടും എന്നിവർ ക്ലെയിം ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ. ബട്ട് ഒരിക്കലും മറ്റുള്ള പെയിന്റിനേക്കാളും കവറേജ് കുറയില്ല, അക്കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അതെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ പെയിന്റ് ചെയ്യുന്ന ആളുടെ കൂടെ വിട്ടു, അവരുടെ കൂടെ പോയിട്ട് പെയിന്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അന്ന് പെയിന്റ് അടിച്ച് ഈ ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ വെച്ച് പെയിന്റ് അടിച്ച സമയത്താണ് അറിയുന്നത് ഇത്രയും നേരം അടിച്ച എല്ലാ പെയിന്റിനേക്കാളും കൂടുതൽ കവറേജ് ഈ തുളസി പെയിന്റ് ഉണ്ടെന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കി. സോ ലീഡേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റയടിക്ക് നമ്മൾ ഈ പെയിന്റ് മാത്രം സപ്ലൈ ചെയ്തുകൊണ്ട് ആളുകൾ പെട്ടെന്ന് കൺവിൻസ് ആവില്ല. കാരണം ഇത്തരത്തിൽ അവരുടെ മനസ്സിനകത്തുള്ള കംപ്ലൈന്റ് പുറത്തു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോ ലീഡേഴ്സിന്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാൾക്ക് സാമ്പിൾ അടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ സമയം തൊട്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കണം. അപ്പം മാത്രമേ മറ്റൊരു പെയിന്റുമായിട്ടുള്ള കൃത്യമായിട്ട് കവറേജ് എത്രത്തോളം കൂടുതലുണ്ടോ, മറ്റെന്തൊക്കെ ക്വാളിറ്റി ഇതിലുണ്ടോ എന്ന കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാനും ആളുകൾക്ക് മനസ്സിലാക്കാനും സാധിക്കൂ. എല്ലാ ലീഡർമാരും അക്കാര്യം 100% ഉൾക്കൊള്ളണം. Sir, I just tell one point in this same regards of Mr. Janardhan Reddy. Our quotation that he purchased from us was 5,04,000 rupees single bill. Like I said, the competitive quotation that he got was more than 8 lakh rupees. Sir. The quality was our quality approved. Now it came to cost. So we gave a quotation which was 5,04,000 rupees. He got a quotation from market which was 8 lakh rupees. So this was the benefit and he went ahead with us. നിങ്ങൾ ഈ വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞങ്ങൾ ഈ പറഞ്ഞ പെയിന്റ് 5,04,000 രൂപയുടെ ക്വാളിറ്റി ജനാർദ്ദൻ റെഡ്ഡി എന്ന് പറഞ്ഞ വ്യക്തി എടുത്തു നമ്മളെല്ലാവരും പറഞ്ഞു. ഈ 5,04,000 കൊട്ടേഷൻ നമ്മൾ തുളസി പെയിന്റ് കൊടുത്ത സമയത്ത്, ഈ കവറേജ് കൂടുതലുള്ള ഈ പെയിന്റ് കൊടുത്ത സമയത്ത് മറ്റുള്ള കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ കൊട്ടേഷൻ 8 ലക്ഷത്തിന് മേലെയായിരുന്നു. ചിന്തിച്ചു നോക്കണം, ഓൾമോസ്റ്റ് 3 ലക്ഷത്തിന് മേലെ രൂപ വെറും ഈ 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ലാഭം കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. Well, now that we understand what is the potential of the business, now that we understand how to do this business, there are a few basic practices we need to follow. One of the practices, like I said, we should do sampling as far as this product is concerned. Let me tell you one more thing. This product doesn't, when you are doing this product, you are not going to achieve pins. You are going to skip pins. This product will not achieve pins, it will skip pins. You will be skipping to the next pin directly. That business this product can generate for you. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി മനസ്സിലാക്കി, അതേപോലെ തന്നെ പ്രൈസ് ഡിഫറൻസിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നത്, നിങ്ങൾ പുതിയ പിന്നുകൾ അച്ചീവ് ചെയ്യാനല്ല പോകുന്നത്, നിങ്ങൾ ഓരോ പിന്നുകൾ മറികടന്ന് അടുത്ത പിന്നിലേക്ക് പോകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആശയമില്ല തുളസി പെയിന്റ് എന്ന് പറയുന്നത്. Well, we just have to follow one more step, sir. Like I said, the sampling is the very important portion of our working. There is one more thing. When I was in Bangalore with one of our distributors who actually approached Janardhan Reddy, I was with him. So we were having a discussion and he had one diary. He was just scrolling the diary and he was checking a few things and he was making a few calls. I said, you are asking direction, what are you doing these things? So he said, I just checked his diary and there were farmers' name written into it. With the crop they have crop, and then there were dates written of when the Harit Sanjeevani product has to be applied. Now he was maintaining all the database of all the farmers and he was making calls to them of when they should
when they should do what. Now this is a part of service. This is a part of service. We are happy, sir. Just we give this product. बहुत अच्छा है, very nice. You take it. Business volume is generated in our account, and we leave. But that is now not how we will generate business in the future. Service should be our core priority. Even after giving the paint, it is our priority to visit that site. It is to take follow-ups, to take share selection procedure should be with us. And if we do all these things, you will definitely skip bills, sir. You will definitely skip bills. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവരും പോലെ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ആർസി പ്രൊഡക്റ്റുകൾ പോലെ നമ്മൾ സാധനം ഉപയോഗിച്ച് നോക്കുന്നത് കൊടുത്തൊരു കാര്യമില്ല. നമ്മൾ സാമ്പിളിംഗ്, തീർച്ചയായിട്ടും സാമ്പിളിംഗ് നിർബന്ധമാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതേ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് ഇദ്ദേഹം ജനാർദ്ദൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡയറി സ്പീഡിൽ ഇങ്ങനെ മറിച്ച് നോക്കുന്ന കണ്ടപ്പോൾ അതിനകത്ത് ഒരുപാട് ഡാറ്റാസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡാറ്റാസ് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഓരോ കൃഷിക്കാരുടെ പേരും ആ കൃഷിക്കാര് ഉത്പാദിപ്പിക്കുന്ന ക്രോപ്പ്, അവരുടെ കൃഷിയിടങ്ങളിലുള്ള ഏത് കൃഷിയാണ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസുമാണ് അതിന് എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ എല്ലാ ആളുകളും നമ്മുടെ RCMന്റെ ഹരിത സഞ്ജീവനി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഹരിത സഞ്ജീവനി 1, 2, 3, 4 4 സ്റ്റേജിൽ ഏതൊക്കെ സമയത്താണ് ഇവർക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, ഇന്ന ക്രോപ്പിന് ഇത് ഹരിത സഞ്ജീവനി, രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എപ്പോൾ അപ്ലൈ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായി വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് RCMന്റെ തുളസി പെയിന്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആണ്. കാരണം ഫോളോ അപ്പ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പെയിന്റിന്റെ ഈ ഒരു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് 100% ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പിന്നുകൾ നിങ്ങൾ മറികടന്ന് നെക്സ്റ്റ് പിൻ ലെവലല്ലാതെ അതിനപ്പുറത്തുള്ള പിൻ ലെവലിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോകുന്ന പോലുള്ള ഒരു സ്പീഡ് ഉണ്ടാവുകയുള്ളതാണ് സാർ പറയുന്നത്. Now let us talk a bit about the paint. Now the last session we'll talk a bit about our products, how they are better from the products available in the market. What is the reason that we claim they will perform better? We'll have a short discussion on that and then we shall conclude. So basically there are 3 P's of a paint industry: primer, putty and paint. Primer, putty, paint. There are 3 products. Any product in a paint industry can be bifurcated in these 3 segments. Now we'll have very basic discussion just because there are a lot of people who are not from paint industry, lot of RCM distributors which are not from paint industry but are planning to go ahead with paint as a product in their own business. So we'll have a basic discussion and then we shall conclude. There are 3 P's: primer, putty and paint. Like I said, primer, what is the purpose of it? നമുക്കിനി ഈ പെയിന്റിന്റെ മറ്റു മാർക്കറ്റിൽ കിട്ടുന്ന പെയിന്റുമായിട്ടുള്ള നമ്മുടെ ക്വാളിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം പല ആളുകൾക്കും പെയിന്റേഴ്സ് അല്ലാത്ത ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പെയിന്റേഴ്സിന്റെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രൈമറും പുട്ടിയും അതേപോലെ പക്ഷെ പെയിന്റും, ഈ 3 സെഗ്മെന്റ് ആണ് ഇതിനകത്തുള്ളത്. ഈ 3 സെഗ്മെന്റിനെ പറ്റി മാർക്കറ്റിലുള്ളതിനേക്കാളും നമുക്കുള്ള സവിശേഷത എന്താണെന്നാണ് നമ്മളതിൽ പറയാൻ പോകുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, Well, what is a primer? Why a primer is used? Where a primer is used? How a primer is used are the basic question as far as primer is concerned. Primer, basically all our surfaces are cement surfaces. A cement has a basic characteristics of absorbing water. If we apply our expensive paint directly on a cement exposed surface, the cement will absorb all the water in the paint. Now, if the cement starts absorbing water, we will not get a good coverage because all the water in the paint will be absorbed by the cement directly. And also there will be some patchiness because cement will soak primer in parts, it will not soak entirely. So these 2 problems. Primer is basically a surface preparation coat. It is basically a surface preparation coat. That is what a primer is. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം പ്രൈമർ എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, എല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സിമെന്റ് ആയിരിക്കും ബിൽഡിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സിമെന്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വല്ലാതെ ഈ സിമെന്റ് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ വില കൂടിയ ഒരു പെയിന്റ് ആണെങ്കിൽ പോലും സിമെന്റിന്റെ മേലെ ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം കൂടി വലിച്ചെടുക്കുകയും അതിന്റെ പെയിന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് മേലെ ഈ പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കോട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈമറിനെ പറയാം. അതിനുവേണ്ടി
യൂസ് ചെയ്യുന്നത്. Right? The next thing is putty. Now putty is applied generally in paste form. It is used to smoothen the interior surface. The purpose of putty is to smoothen the interior surface. Now, basically, I'll just show you one demo over here. Now, this is a cement-based putty which is available in the market. This is RCM polymer putty. The polymer putty we have in RCM. What we will do is we will pour some water on both the surfaces.